അത്യുന്നതനായ റബ്ബിന്റെ രാജസന്നിധിയിൽ ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്നവർക്കുള്ള മഹത്വം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് പഠിപ്പിച്ചിരുന്നു, ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വങ്ങളായിക്കൊണ്ട് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിക്റുകളും, അത് തസ്ബീഹാവട്ടെ, തഹ്ലീലാവട്ടെ, തഹ്മീദാവട്ടെ, ഇതൊക്കെ യൻഅതിഫിന ഹൗലൽ അർശി, റബ്ബിന്റെ അർശിന്റെ ചുറ്റും അവ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൊല്ലുന്ന ആ വിധത്തിലുള്ള ദിക്റുകൾ സർവശക്തനായ റബ്ബിന്റെ രാജസന്നിധിയിലേക്ക് അത് എത്രയും വേഗം മലക്കുകൾ അതിനെ ഉയർത്തിക്കൊണ്ടുപോയി ആ ദിക്റുകൾ, നമ്മൾ ചൊല്ലിയ ആ ദിക്റുകൾ അത് അർശിന് ചുറ്റും വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക, ലഹുന്ന ദവിയുൻ കദവിയിൻ നഹ്ലി, തേനീച്ചകളുടെ മൂളൽ പോലെ, തേനീച്ചകളുടെ ഇരമ്പുമ്പോൾ ഒരു ശബ്ദമില്ലേ, അതുപോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തുദക്കിറു ബിസാഹിബിഹാ, ആ ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയ പ്രശംസിച്ച ആളുകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റബ്ബിന്റെ അർശിന്റെ ചുറ്റും ആ ദിക്റുകൾ. എന്നിട്ട് മുത്ത മുസ്തഫായുടെ ചോദ്യം, നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത് തന്റെ പേര് എപ്പോഴും അർശിന്റെ ചുറ്റും പറയപ്പെടണമെന്ന്? എപ്പോഴും അത് പറയുന്നവർ അവസ്ഥയുണ്ടാകണമെങ്കിൽ നാം റബ്ബിനെ സദാ തഹ്ലീൽ കൊണ്ട്, ഹംദുകൾ കൊണ്ട്, തക്ബീറുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട് അവനെ പ്രശംസിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എത്ര ദിക്റുകളാണ്, എത്ര തസ്ബീഹുകളാണ്! ഈ ദിവസങ്ങളിൽ നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കണം.